ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ? അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഇതിലും വലിയൊരു അതിഥി നമ്മുടെ ഹലോ മലയാളത്തിൻ്റെ വേദിയിലേക്ക് വരാനില്ല. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദാണ്. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഈ പരിസ്ഥിതിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല കൃഷിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വന്തം ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മിനിസ്റ്റർ, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. ഈ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യവും ഒക്കെ. നമ്മുടെ ഈ കാർഷിക മേഖലയിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം ഒക്കെ തടയാനും നമ്മൾ ഈ ദിവസം മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെയാണ് മിനിസ്റ്ററെ? ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. നേരത്തെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മൾ തൈകൾ കൊടുക്കുന്നതെല്ലാം അല്ലെങ്കിൽ നടുന്നതിനെല്ലാം ഗ്രോ ബാഗുകൾ വളരെ വ്യാപകമായിരുന്നു. അതെല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ഗ്രോ ബാഗുകൾ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഏറെക്കുറെ അതിലേക്കൊക്കെ എത്താൻ കേരളത്തിനായി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറിൻ്റെ കാര്യം എടുക്കുമ്പോഴും ജൈവകൃഷിയുടെ കാര്യം എടുക്കുമ്പോഴും എല്ലാം ഈ പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതികളിലേക്ക് കടക്കാൻ തന്നെയാണ് കൃഷി വകുപ്പ് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നതും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും. അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ലോകം പോകുന്നതെന്ന മുന്നറിയിപ്പാണ് ഇക്കൊല്ലത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടും ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ UNEP അടക്കമുള്ള സ്ഥാപനങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത്. അങ്ങേയറ്റം അപകടകരമാണ്. പക്ഷേ നമ്മളതിലൊരു ലാഘവത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് വേറൊരു അപകടകരമായ സ്ഥിതിവിശേഷമെന്ന് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. മിനിസ്റ്ററെ, ഇപ്പോൾ നമ്മൾ ഈ പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വിചാരിക്കുന്നത് മരം നടാനുള്ളൊരു ദിവസമാണ് പരിസ്ഥിതി ദിനമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ നമ്മൾ പരിസ്ഥിതിയെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ചേർത്ത് നിർത്തേണ്ടത് എന്നൊരു അവബോധം കൂടി കൊടുക്കുന്ന ഒരു ദിവസമാണ് എല്ലാ മാസവും എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുന്നത് അർത്ഥമാക്കുന്നത് പോലും. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ ഈ മുൻപത്തെ പോലെയല്ല, നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഏറ്റവും ദുരിതഫലം അനുഭവിക്കുന്നത് നമ്മുടെ കർഷകർ കൂടിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തലത്തിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനകത്തെല്ലാം ഞാൻ 100% യോജിക്കുന്ന കാര്യമാണ്. ആദ്യം തന്നെ പറഞ്ഞത് നമുക്കൊരു മരം നടുക എന്നുള്ളതാണ് എല്ലാവരും ജൂൺ 5 കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മരം നടുന്ന ആരെയും ആക്ഷേപിക്കാനും തയ്യാറല്ല. പക്ഷേ അത് പലയിടങ്ങളിലും അതൊക്കെ കേവലമായ ഒരു അഭിനയ പരിപാടികൾ മാത്രമായി മാറുന്നുണ്ട്. കുന്നുകൾ ഇടിക്കാനും വയലുകൾ നികത്താനും മരങ്ങളെല്ലാം മുറിച്ച് കാടുകൾ വെട്ടി വെളുപ്പിക്കണമെന്നുള്ള ചിന്താഗതിയുമായി നടക്കുന്നവർ പോലും ഇന്നത്തെ ദിവസം ഇറങ്ങി വന്ന് പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ മരം നടീലിൻ്റെ പരിപാടികളിൽ പങ്കാളിയാവുന്ന ദയനീയ കാഴ്ചകൾക്ക് നമ്മൾ ചിലപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ തമാശയായിട്ട് പറയും ഈ കുഴിയിൽ ഇനി എത്രയോ തവണ ജൂൺ 5 മരത്തെ വെക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അതേ കുഴി തന്നെ ആയിരിക്കും വരുന്നതെന്നാണല്ലോ അതിലൂടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള കേവലമായ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ്. അവിടെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തെ എങ്ങനെ കണക്കിലാക്കണം, നമ്മുടെ പുഴകളെ, നമ്മുടെ നദികളെ, നമ്മുടെ അരുവികളെ, നമ്മുടെ കുളങ്ങളെ ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. അതിനെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. തീർച്ചയായിട്ടും കൃഷി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും ആദ്യം പ്രതിഫലിക്കുക കാർഷിക മേഖലയിലാണ്. കാരണം കൃഷി തന്നെ കാലാവസ്ഥയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ്. കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ വിളവിൽ പ്രശ്നമുണ്ടാവും, കൃഷിയിൽ പ്രശ്നമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് കൃഷി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം നിൽക്കുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണെന്നാണ്. കുറച്ചുകൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മഴ പെയ്യുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് വെള്ളം കയറുന്നതോ മണ്ണിടിക്കുമ്പോൾ നമ്മുടെ വീട് തകരുന്നതോ മാത്രമല്ല കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത്. നമ്മുടെ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളപ്പോൾ തന്നെ കാലാവസ്ഥയാണ് നമ്മുടെ ഭക്ഷണത്തെയും നമ്മുടെ ജീവിതത്തെയും തന്നെയും നിയന്ത്രിക്കുന്നത്. ഇവിടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കൃഷിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ ആത്യന്തികമായി നമ്മുടെയൊക്കെയും ഭക്ഷണത്തിലും ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. പക്ഷേ എന്നാൽ സവിശേഷ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യർ ആ അർത്ഥത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ പോകുന്നു പലയിടങ്ങളിലും എന്നുള്ളതൊരു പ്രതിസന്ധി തന്നെയാണ്. എങ്കിലും സമൂഹവും സർക്കാരുകളും ഗൗരവത്തിൽ ഇടപെടേണ്ടത് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ തന്നെയും
നമ്മുടെ പ്രകൃതിയെ പരിക്കേൽപ്പിക്കാത്ത തരത്തിലുള്ള രീതിയിലേക്ക് മുമ്പോട്ട് പോകണം എന്ന്. അതൊരു കൃഷി വകുപ്പ് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും ഇവിടെ ഹരിത കേരള മിഷനായാലും റവന്യൂ വകുപ്പായാലും അത് ഇതേപോലെ തന്നെ നിരവധിയായ വകുപ്പുകൾ, ഇപ്പോൾ ജലസേന വകുപ്പ് നോക്കൂ, ഇങ്ങനെ ഓരോ വകുപ്പുകളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെയും ഈ സമീപനം സ്വീകരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സാധ്യമാവുന്നിടത്തെല്ലാം പച്ചപ്പുകൾ തീർത്ത് നമ്മുടെ വയലുകളെയും നമ്മുടെ കുന്നുകളെയും നമ്മുടെ പുഴകളെയും നദികളെയും എല്ലാം സംരക്ഷിച്ച് ഇക്കൊല്ലം പ്രത്യേകിച്ച് പറയുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭീകരതയിൽ നിന്ന് നമ്മളെല്ലാം രക്ഷപ്പെടുത്താൻ ഉപകരിക്കുന്ന തരത്തിലുള്ള നടപടികൾ തീർക്കുക എന്നുള്ളത് പരിഷ്കൃത സമൂഹത്തിനും ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിനും അടിയന്തരമായി ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണ്. യെസ് മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ വനവൽക്കരണം എന്നൊരു കോൺസെപ്റ്റിൽ ഈ സംസ്ഥാനത്തെ സ്കൂളുകൾ വഴി കുട്ടികളിലേക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ കൊടുക്കുകയും ഈ വിവിധയിടങ്ങളിൽ അത് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി കാലാകാലങ്ങളായിട്ടുണ്ട്. പക്ഷേ പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഈ വെള്ളം പരമാവധി വലിച്ചെടുക്കുന്ന ഈ അക്കേഷ്യ, തേക്ക്, മഹാഗണി പോലുള്ള വൃക്ഷങ്ങളൊക്കെ നൽകുന്നതായിരുന്നു. അത് പിന്നീട് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കിയ ദോഷങ്ങളൊക്കെ നമ്മൾ കണ്ടതും അനുഭവിച്ചതും ഒക്കെയാണ്. ഇക്കാര്യത്തിലൊക്കെ ഒരു വലിയ പഠനമൊക്കെ നടക്കുന്നുണ്ടോ മിനിസ്റ്റർ? കാരണം ഇപ്പോഴും ഈ അക്കേഷ്യയൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു, എങ്കിൽ പോലും ഈ മറ്റ് ഈ ജലമൊക്കെ വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങൾ പലതും ഇപ്പോഴും സ്കൂളുകൾ വഴിയൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. നമ്മൾ മുൻപ് നമുക്ക് പറ്റിയ അബദ്ധങ്ങളിലൊന്നായിരുന്നു അക്കേഷ്യ പോലുള്ള ഇനങ്ങൾ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പ്രയാസമുള്ള യൂക്കാലിപ്സ് പോലുള്ള ഇനങ്ങളുമെല്ലാം നമ്മുടെ ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടെ നൽകുകയും നാട്ടിൻപുറങ്ങളിലേക്ക് കൂടെ അതെല്ലാം എത്തുകയും ചെയ്തത് ഒരു തെറ്റായ കാര്യമായിരുന്നു. ആ തെറ്റുകൾ നമ്മൾ കേരളം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പക്ഷേ നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ കൃഷി വകുപ്പ് തന്നെ കൊടുക്കുന്നത് ഫലവൃക്ഷങ്ങളാണ്, നാടൻ ഫലവൃക്ഷങ്ങളാണ്. നമ്മുടെ മാവ്, പ്ലാവ്, ആഞ്ഞിലി, പേര ഇതുപോലെയൊക്കെയുള്ള വൃക്ഷങ്ങളുടെ തൈകളാണ് ഇന്ന് ഏറ്റവും കൂടുതലായി കൊടുക്കുന്നതല്ല. ഞങ്ങളാണെങ്കിൽ പച്ചക്കറിയുടെയും വാഴയുടെയും ഒക്കെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ അല്ലെങ്കിൽ പച്ചക്കറി തൈകൾ അതെല്ലാം ഈ ദിവസങ്ങളിൽ കൂടുതലായി വിതരണം ചെയ്യുന്നതിനും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുന്നതിനുമാണ് ഞങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അങ്ങയുടെ സ്വന്തം കൃഷിയിടത്തെ ഈ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു, ജൈവ കൃഷിയൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ അതൊരു നാച്ചുറൽ ഫാമിങ്ങിലേക്ക് അതിനെ ഒന്ന് മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. ഈ ആഴ്ച തന്നെ അതൊന്ന് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് മാറ്റും. എന്ന് വെച്ചാൽ നമുക്ക് അധികമൊന്നും ഈ വളവും പ്രയോഗവും ഒന്നും നടത്താതെ തന്നെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളെല്ലാം ഉണ്ട്. അത് വിജയിക്കുന്നത് കണ്ട് മറ്റ് കർഷകർ അതിനകത്തേക്ക് മാറുക എന്നുള്ള തരത്തിലാണ് കേരളത്തിൽ നാച്ചുറൽ ഫാമിങ്ങിന് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. ജൈവ കാർഷിക മിഷൻ്റെ ഭാഗമായിട്ടൊരു സബ് മിഷൻ ഇതിൻ്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട്. സബ് മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്നുള്ള തരത്തിൽ അത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിന് എത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു 75 കൊല്ലം മുമ്പ് കണക്ക് നോക്കുമ്പോൾ 1950 ഒരു 2 മില്യൺ ടൺ പ്ലാസ്റ്റിക് മാത്രമായിരുന്നു നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. 75 കൊല്ലം കഴിയുമ്പോഴേക്കും അത് ഏതാണ്ട് ഒരു 450 മില്യൺ ടണ്ണിലേക്ക് എത്തി നിൽക്കുകയാണ്. എത്ര വലിയ അപകടം! കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. തലച്ചോറിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. 2022 ഒരു വാർത്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ രക്തത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കണ്ടെത്തിയിരിക്കുന്നതാണ്, സാന്നിധ്യമുണ്ട് എന്നാണ്. എത്ര അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ഇതൊക്കെ കേവലമായ വാർത്തകൾക്കപ്പുറത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മുടെ ജലാശയങ്ങളിൽ മുഴുവൻ പ്ലാസ്റ്റിക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ തകർന്നു, വീണ്ടും പ്ലാസ്റ്റിക് തരികൾ തീരത്തടിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകളാണ്. തീരത്തടിയുന്ന പ്ലാസ്റ്റിക് തരികൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കടലിലേക്ക് അടിയുന്ന പ്ലാസ്റ്റിക് ഗ്രാനുൾസ് എങ്ങനെയെല്ലാമാണത് പ്രവർത്തിച്ച് വീണ്ടും മൈക്രോ പ്ലാസ്റ്റിക്കായി കടലിലൂടെ അല്ലെങ്കിൽ വീണ്ടും അത് മത്സ്യങ്ങളിലൂടെ അല്ലെങ്കിൽ വേറെ പല രൂപത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഇതെല്ലാം മനുഷ്യനിലേക്ക് തന്നെ വന്നെത്തുകയാണ്. ഒരിടത്ത് ഒരു വിഷം കൊണ്ടുവച്ചിരിക്കുന്നു, കുടിക്കുമെന്ന് പറഞ്ഞാൽ ആരും കുടിക്കുമല്ലോ. പക്ഷേ എന്നാൽ വിഷം കലർന്നതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മൾ നിർവികാരരായി അതിനോടെല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് അപകടകരമായ സ്ഥിതിവിശേഷം. ഏതാണ്ടൊരു പ്രതിസന്ധി മട്ടിലേക്ക് നമ്മൾ നിൽക്കുന്നു. കടലിൽ തന്നെ ഒരു 10-20 കൊല്ലം കൂടി ആകുമ്പോഴേക്കും മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആവും എന്ന്, അത് തമാശയായിട്ടല്ല, കണക്കായിട്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്. എത്ര അപകടകരമാണ്! ഈ അപകടകരമായ അവസ്ഥയെ എങ്ങനെയാണ് സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ അതിനെ മറികടക്കേണ്ടത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു ജൂൺ 5 തുടങ്ങി ജൂൺ 5 വൈകിട്ട് അവസാനിപ്പിക്കുന്നതാവരുത്. കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവൻ നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ അനിവാര്യതയാണെന്നുള്ളത് കൊണ്ട് തന്നെ, ഓരോ ദിവസവും നമുക്ക് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
പരിസ്ഥിതി ദിനം എന്നത് സത്യസന്ധമായി ഒരു ജീവിതത്തിൻ്റെ ദിനമാണ്, ജീവൻ്റെ ദിനമാണെന്നുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഈ നിലപാടുകളിലേക്ക് തന്നെ നമ്മൾ എത്തിയേ മതിയാവുള്ളൂ. നമ്മളെക്കൊണ്ട് സാധ്യമാവുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കാൻ പറ്റിയ എത്രയോ ഇനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. അതെല്ലാം ഒഴിവാക്കാണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ അപകടത്തിൻ്റെ ആഴങ്ങളിലേക്കായിരിക്കും പോവുക. തീർച്ചയായും മിനിസ്റ്ററെ, വളരെ ഗുരുതരമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രകൃതി, ഈ ഒരു സിറ്റുവേഷനൊക്കെ. സമയക്കുറവ് കൊണ്ട് മാത്രമാണ്, കാരണം ഇനിയും ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ്. വളരെയധികം നന്ദി മിനിസ്റ്ററെ, നമുക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം. ന്യൂസ് മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.